നമസ്കാരം. അങ്ങനെ അമേരിക്കയും ഇസ്രായേലും സംയുക്തമായിട്ട് ഇറാനെ ആക്രമിച്ചിരിക്കുകയാണ്. അതിന് അമേരിക്ക കൊടുത്ത പേര് ഓപ്പറേഷൻ എപ്പിക് ഫ്യൂറി എന്നാണ്. അതേസമയം ഇസ്രായേൽ കൊടുത്തിരിക്കുന്ന പേര് ലയൺസ് റോർ എന്നുള്ള നിലയിൽ. അതായത് ഈ സമയങ്ങളിൽ നേരത്തെ തന്നെ അമേരിക്കയുടെ കപ്പൽ നീക്കം നമ്മൾ ശ്രദ്ധിച്ചതാണ്. അവരുടെ വിമാനവാഹിനി കപ്പലുകൾ ഇറാൻ്റെ തീരത്തേക്ക് വരുന്നു എന്നുള്ള വാർത്ത നമ്മൾ കണ്ടതാണ്. അല്ലെങ്കിൽ ഇറാനെ ആക്രമിക്കാൻ തക്കവണ്ണമുള്ള നിലയിൽ ഈ യുദ്ധക്കപ്പലുകളെ ഇറാനെ ലക്ഷ്യമാക്കി വരുന്നു എന്നുള്ള വാർത്തകൾ നേരത്തെ തന്നെ പല നിലകളിലുള്ള സംശയത്തിന് ഇടവരുത്തിയിരുന്നതാണ്. ഇത് കേവലം അമേരിക്കയുടെ ഒരു പേടിപ്പിക്കൽ മാത്രമാണോ എന്ന് ആ സമയം നമ്മൾ സംശയിച്ചിരുന്നു. പല നിരീക്ഷകരും ഇതിനെ സംബന്ധിച്ച് പറഞ്ഞത് അമേരിക്ക ഇത്ര വലിയ രീതിയിലുള്ള ഒരു യുദ്ധസന്നാഹം ഒരുക്കണമെങ്കിൽ തീർച്ചയായിട്ടും അതിനൊരു കാരണം ഉണ്ടായിരിക്കും, അത് വെറുതെ അല്ല എന്നുള്ള നിലയില്ല. അത് സത്യമാകുന്ന വിധത്തിലാണ് ഇപ്പോൾ നമ്മൾ കേൾക്കുന്ന വാർത്തകൾ. അതായത് ഇറാനെ ഇസ്രായേലും അമേരിക്കയും ചേർന്ന് സംയുക്തമായിട്ട് ആക്രമിച്ചിരിക്കുന്നു. ട്രംപ് ഇതിനോടകം തന്നെ പ്രസ്താവന ഇറക്കിക്കഴിഞ്ഞു. ട്രംപ് പറഞ്ഞിരിക്കുന്നതിലെ ഒരു പ്രധാനപ്പെട്ടതായിരിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഭരണമാറ്റം എന്നുള്ള ധ്വനിയാണ് അതിൽ വന്നിരിക്കുന്നത്. അതായത് ഇത് കേവലമായിരിക്കുന്ന ഒരു അറ്റാക്കോ അല്ലെങ്കിൽ അതിനപ്പുറം കടന്നിട്ട് ഒരു വാറോ ആയി മാറിക്കഴിഞ്ഞാൽ അത് അവരുടെ ഏതെങ്കിലും ഒരു മിലിറ്ററി ബേസ് ആയുധപ്പുരകളെ മാത്രം ലക്ഷ്യം വെച്ചുള്ള ആക്രമണമായിരിക്കില്ല ഇത്. പകരം അവിടെ നിന്നും റെജീം ചേഞ്ച് സംഭവിക്കുന്നത് വരെ യുദ്ധം ചെയ്യും എന്നുള്ളതാണ് ഇപ്പോൾ ട്രംപ് പറഞ്ഞിരിക്കുന്നത്. ഇറാൻ ഇതിനെതിരായിട്ട് ഇസ്രായേലിനെ ആക്രമിക്കാനോ അമേരിക്കനെ ആക്രമിക്കാനോ ആയിട്ട് തുനിഞ്ഞു കഴിഞ്ഞാൽ അവരുടെ സർവ്വ സൈന്യത്തിൻ്റെയും കരുത്തവർ ഇതിനായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അമേരിക്ക വാൺ ചെയ്യുന്നതായിരിക്കുന്ന ഒരു കാര്യമുണ്ട്. അവിടുത്തെ ആർമിയോട്, അവിടുത്തെ പോലീസിനോട്, എല്ലാവരോടുമായിട്ട് പറഞ്ഞ കാര്യം, നിങ്ങൾ ഇപ്പോൾ തന്നെ എന്ത് ചെയ്യുക, നിങ്ങളുടെ ആയുധം വെച്ച് കീഴടങ്ങുക. ഞങ്ങൾ അവിടെ ഒരു റെജീം ചേഞ്ച് സംഭവിക്കുന്നതുവരെ യുദ്ധം ചെയ്യും എന്നുള്ള നിലയിലാണ്. ഇനി നിങ്ങൾ കീഴടങ്ങുന്നില്ല എന്നുണ്ടെങ്കിൽ സംഭവിക്കാൻ വേണ്ടി പോകുന്നത് അത് വലിയ പ്രത്യാഘാതങ്ങൾക്ക് ഇടയാക്കും എന്നുള്ള നിലയിൽ പട്ടാളക്കാരോട് ഡയറക്റ്റ് ഒരു ത്രെട്ട് കൊടുത്തു കഴിഞ്ഞു. അവരോടൊരു വാണിംഗ് പറഞ്ഞു കഴിഞ്ഞു, നിങ്ങൾക്ക് നിങ്ങളുടെ ജീവൻ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ തോക്ക് താഴെ വെക്കുന്നതാണ് നല്ലത് എന്നാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം. എന്നിട്ട് തിരിഞ്ഞ ജനങ്ങളോടായിട്ട് ട്രംപ് പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഇവിടെ നിങ്ങളുടെ രാജ്യത്തിലെ ഏകാധിപതികൾ, നിങ്ങളുടെ രാജ്യത്തെ ഒരു ഭരണമാറ്റത്തിന് ഞാൻ നിങ്ങളെ സഹായിക്കാം എന്നുള്ള നിലയിലാണ് അമേരിക്ക അതിന് വേണ്ടിയിട്ടാണ് തയ്യാറാകുന്നത്. ഇത് നിങ്ങൾക്ക് ഒരു പ്രസിഡന്റ് ഉണ്ടെന്ന് കരുതിക്കൊള്ളാനാണ് പറഞ്ഞത്. അതായത് അമേരിക്കയുടെ മാത്രം പ്രസിഡന്റ് അല്ല ട്രംപ്, പകരം ഇറാൻ്റെ കൂടി പ്രസിഡൻ്റായിട്ട് നിന്നുകൊണ്ട്, അല്ലെങ്കിൽ ഇറാനിലെ ജനതയുടെ കൂടെ സഹായകനായിട്ട് പ്രസിഡൻ്റായിട്ട് നിന്നുകൊണ്ട് നിങ്ങൾക്ക് റെജീം ചേഞ്ച് അവിടെ വരുത്തിത്തരാം, നിങ്ങളെ ഞാൻ സഹായിക്കാം എന്നുള്ള നിലയിലാണ് ട്രംപ് പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ ആ നിലയിലാണ് കാര്യങ്ങൾ പോകുന്നത്. ഇറാനിൽ ഈ മതഭരണം തുടരുന്നതിനോട് അവിടുത്തെ ജനങ്ങൾക്ക് താല്പര്യമില്ല. ആ ജനങ്ങളിൽ തന്നെ നല്ലൊരു ശതമാനം പേര് അതിനെതിരായിട്ട് പ്രൊട്ടസ്റ്റ് ചെയ്തവരാണ്. അതിൽ തന്നെ കുറേ അധികം പേരെ കൊന്നു കഴിഞ്ഞു ഇതിനോടകം. കുറേ അധികം പേര് ഇപ്പോഴും തുറങ്കിലാണ്. അപ്പോൾ നേരത്തെ തന്നെ ട്രംപ് വാൺ ചെയ്തിരുന്ന ഒരു കാര്യമുണ്ട്, ഇവിടെ പ്രതിഷേധിക്കുന്നവർക്കെതിരായിട്ട് ആക്ഷൻ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അമേരിക്ക ഇടപെടുമെന്ന് പറഞ്ഞു കഴിഞ്ഞു. 72 മണിക്കൂർ ട്രംപ് ഇറാന് കൊടുത്തിട്ട് പറഞ്ഞു, നിങ്ങൾ എന്ത് ചെയ്യണം, ഞങ്ങൾ പറഞ്ഞതായിരിക്കുന്ന കാര്യങ്ങളെ അക്സെപ്റ്റ് ചെയ്ത് അംഗീകരിച്ചാൽ അവിടെ ഒരു കുഴപ്പമില്ല. അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കുള്ള സമയം 72 മണിക്കൂറാണെന്ന് പറഞ്ഞു. അത് അതേപോലെ തന്നെ സംഭവിച്ചു. 72 മണിക്കൂർ കഴിഞ്ഞു. അമേരിക്ക എന്ത് ചെയ്തു, ഇസ്രായേലും ചേർന്ന് ആക്രമിച്ചു. പേരിന് ഒരു അടി അടിച്ചു കഴിഞ്ഞാൽ പേരിന് ഒരു തിരിച്ചടി ഉണ്ടല്ലോ, ആ നിലയിൽ ഇസ്രായേലിനെതിരായിട്ട് ആരടിച്ചു, ഇറാൻ അടിച്ചിട്ടുണ്ട്. പക്ഷേ അവിടെ ഇവിടെയൊക്കെ ചെന്ന് പൊട്ടുകയും നേരത്തെ മേളിൽ വെച്ച് തന്നെ പൊട്ടിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. മാത്രമല്ല ഈ സൗദി അറേബ്യ, അതുപോലെ തന്നെ ഖത്തർ, UAE എന്നീ പ്രദേശങ്ങളിലേക്കും ഇറാൻ എന്ത് ചെയ്തു, തങ്ങളുടെ മിസൈലുകളെ ആക്രമിച്ചു എന്നുള്ളതാണ്. അമേരിക്കയുടെ സൈനിക താവളങ്ങളെ ലക്ഷ്യമാക്കിയുള്ള ആക്രമണം. അതിൽ കവിഞ്ഞ കാര്യമായ നിലയിൽ അവർക്ക് അമേരിക്കയ്ക്കെതിരായിട്ട് യുദ്ധം ചെയ്യാനായിട്ട് അവരെ കൊണ്ട് സാധിക്കില്ല എന്നുള്ളതാണ്. അപ്പോൾ അമേരിക്ക ഒരു രാജ്യത്തിനെതിരായിട്ട് അവരുടെ 7ാം കപ്പൽപ്പടയെ വിന്യസിച്ചു കഴിഞ്ഞാൽ ആ എതിർ രാജ്യം ഏതാണ്ട് തോറ്റു എന്ന് പറഞ്ഞാൽ മതി. അത്രമേൽ ശക്തരായിരിക്കുന്ന ഒരു രാജ്യമാണ് അമേരിക്ക എന്ന് പറയുന്നത്. ഇസ്രായേലിൻ്റെ ആവശ്യമാണ് ഇറാൻ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ ഭരണാധികാരിയെ താഴെ ഇറക്കുക, ആ മതഭരണത്തെ താഴെ ഇറക്കുക എന്ന് പറയുന്നത്. കാരണം ആ മതഭരണം ഇസ്രായേലിനെ കാണുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ ശത്രുക്കളായിട്ടാണ്. ഇസ്രായേലിനെ ഉന്മൂലനം ചെയ്യുക എന്നുള്ള ലക്ഷ്യത്തോടുകൂടി പ്രവർത്തിക്കുന്നതായിരിക്കുന്ന ഒരു ഭരണകൂടമാണ് ഇറാനിലെ ഭരണകൂടം. ആ ഭരണകൂടം നിലനിൽക്കുന്ന കാലത്തോളം പിന്നീട് വരുന്ന ഭരണകൂടങ്ങൾക്കും പ്രചോദനമായിക്കൊണ്ട് ഇസ്രായേലിനെ ശത്രുപക്ഷത്ത് നിർത്തിക്കൊണ്ട് ഇസ്രായേലിനെ മുടിക്കുക എന്നുള്ളതായിരിക്കും പിന്നീട് വരുന്ന ഭരണാധികാരികളും അതിനുള്ള ജനതയുടെ ഉള്ളിലും കുത്തിവയ്ക്കുന്നതായിരിക്കുന്ന വിഷയം എന്നുള്ളത് ഇസ്രായേലിനറിയാം. ഇന്നല്ലെങ്കിൽ നാളെ അത് ഇസ്രായേലിന് എന്തായിട്ട് വരും, ത്രെട്ടായിട്ട് വരും. ഇസ്രായേലിന് മാത്രമല്ല അമേരിക്കയ്ക്കും എന്ത് വരും, ത്രെട്ടായിട്ട് വരും എന്നുള്ള കാര്യം നല്ല ബോധ്യമുണ്ട്. അതുകൊണ്ടാണ് ഒരു സമയത്ത് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു, ഈ കാലയളവിൽ എൻ്റെ ജീവന് ഏതെങ്കിലും തരത്തിൽ ഭീഷണി ഉണ്ടായിക്കഴിഞ്ഞാൽ അതിൻ്റെ എല്ലാ ഉത്തരവാദിത്വവും ഇറാനായിരിക്കും എന്നുള്ള നിലയിൽ ട്രംപ് പറയുകയുണ്ടായി. അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ പിന്നെ ഇറാൻ എന്തുണ്ടായില്ല, ഈ ഭൂമുഖത്ത് ഉണ്ടാകില്ല എന്നുള്ളതാണ്. ന്യൂക്ലിയർ ആയുധം ഇല്ലാത്തൊരു രാജ്യത്തിന് എങ്ങനെയാണ് അമേരിക്ക പോലുള്ള അധികായനായിരിക്കുന്ന ഒരു രാജ്യത്തിന് മുമ്പിൽ പിടിച്ചു നിൽക്കാനായിട്ട് സാധിക്കുക? അമേരിക്ക എന്നല്ല, ഈ ഇറാനെ ഒതുക്കാനായിട്ട് ഇസ്രായേൽ മാത്രം മതി. ഇസ്രായേലിൻ്റെ യുദ്ധതന്ത്രങ്ങൾ കൊണ്ട് മാത്രം ഇവയെ ഇല്ലാതാക്കി കളയാനായിട്ട് സാധിക്കും, ഇറാനെ ഇല്ലാതാക്കി കളയാനായിട്ട് സാധിക്കും. എന്നാൽ ഇവിടെ അമേരിക്കയുടെ കൂടെ സപ്പോർട്ടോടുകൂടി വരുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. അമേരിക്ക ഇസ്രായേലിൻ്റെ പക്ഷത്തുണ്ടെങ്കിൽ ഇറാൻ്റെ പക്ഷം ചേർന്നുകൊണ്ട് മറ്റ് രാജ്യങ്ങൾ ഈ യുദ്ധത്തിലേക്ക് വരികയില്ല എന്നുള്ളതാണ്. അമേരിക്കയെ ഭയമാണ്. അമേരിക്ക എന്ന് പറയുന്നത് ആഗോള ബിസിനസ്സിനെ നിയന്ത്രിക്കുന്ന ഒരു രാജ്യമാണ്.
ആഗോള രാജ്യങ്ങളെ നിയന്ത്രിക്കുന്നതായിരിക്കുന്ന ഒരു രാജ്യമാണ്. അതുകൊണ്ട് അമേരിക്കയെ പിണക്കാനായിട്ട് ആരും തയ്യാറാകുകയില്ല. ഇനി പിണക്കാനായിട്ട് ആരെങ്കിലും വിചാരിച്ച് അമേരിക്കക്കെതിരെ വന്നാൽ തന്നെയും ആ വരുന്ന രാജ്യത്തിൻ്റെ കാര്യവും കട്ടപ്പോവുകയാണ്. കാരണം അമേരിക്കയുടെ കൂടെ യുദ്ധം ചെയ്ത് നിൽക്കുവാനായിട്ട് ഇന്ന് റഷ്യക്ക് പോലും കഴിയില്ല എന്നുള്ളതാണ്. റഷ്യ യുക്രൈനുമായിട്ടുള്ള യുദ്ധത്തിൽ എങ്ങനെയാണ് പെർഫോം ചെയ്യുന്നതെന്നുള്ള കാര്യം നമുക്കറിയാം. പിന്നെ ഉള്ളൊരു രാജ്യം എന്ന് പറഞ്ഞാൽ ചൈനയാണ്. ചൈന ഇറാനെ പിന്തുണച്ചൊന്നും യുദ്ധത്തിലേക്ക് ഏർപ്പെടാനായിട്ട് വരികില്ല. ഒരു രാജ്യവും ഇറാനെ രക്ഷിക്കില്ല എന്നുള്ളതാണ് വാസ്തവം. അതുകൊണ്ട് ഇനി അവിടെ ചെയ്യാൻ പറ്റുന്നതായിരിക്കുന്ന കാര്യം ആ റെജീം ചേഞ്ചാണ്. ഇപ്പോൾ ട്രംപ് പറഞ്ഞതുപോലെ സൈന്യങ്ങളും അവിടെയുള്ള പോലീസും അവിടുത്തെ ഭരണാധികാരികളും എല്ലാവരും എന്ത് ചെയ്യുക, കീഴടങ്ങുക എന്നുള്ളതാണ്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞൊരു കാര്യം, കീഴടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങളോട് ഇടപെടുന്നത് ഫ്രണ്ട്ലി ആയിട്ടായിരിക്കും എന്നുള്ളതാണ്. അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളോട് ഇടപെടുന്നത് ഏത് വിധത്തിലായിരിക്കും എന്നുള്ളതാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം. നിങ്ങൾ കീഴടങ്ങിയാൽ നിങ്ങളോട് ഫ്രണ്ട്ലി ആയിട്ട് ഇടപെടും, അല്ലെന്നുണ്ടെങ്കിൽ എന്താണോ യുദ്ധത്തിൻ്റെ രീതി അതിനനുസരിച്ച് ഇടപെടും എന്നുള്ളതാണ്. നമ്മൾ കരുതിയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ ഒരു ഇറാനും ഇസ്രായേലും തമ്മിലൊരു കോൺഫ്ലിക്റ്റ് ഉണ്ടായിരുന്നു. അത് അതോടുകൂടി അങ്ങോട്ടും ഇങ്ങോട്ടും ഇവരെ ആക്രമിച്ച് നിർത്തുമെന്നുള്ളതാണ്. എന്നാൽ അത് നിൽക്കുന്നില്ല എന്നുള്ളതാണ്. അത് വീണ്ടും 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 എന്ത് ചെയ്യണം, അത് പുകഞ്ഞ് കത്തി ആളി പടരുന്നതായിരിക്കുന്ന തലത്തിലേക്ക് അത് മാറുകയാണ്. എൻ്റെ ഒറ്റ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറാന് ഇസ്രായേലിനെതിരായിട്ടുള്ള അല്ലെങ്കിൽ ജൂതനോടുള്ള വിരോധമാണ് എന്നുള്ളതാണ്. ജൂതവിരോധത്തിൻ്റെ പരിണിത ഫലങ്ങളാണ് ഇത്. ഒക്ടോബർ 7 സംഭവിക്കാതിരുന്നുവെങ്കിൽ ഇതൊന്നും സംഭവിക്കുകയില്ല. ഒക്ടോബർ 7 കാരണക്കാരായ അല്ലെങ്കിൽ ആ ഹമാസ് എന്ന് പറയുന്ന സംഘടനയെ തീറ്റിപ്പോറ്റുന്നതായിരിക്കുന്ന ഈ ഒരു രാജ്യവും അവിടുത്തെ ഭരണകൂടവും, ഇറാനിലെ ജനങ്ങളുടെ പോലും സപ്പോർട്ട് ഇല്ലാത്തതായിരിക്കുന്ന ഒരു ഭരണകൂടം, ഇറാനിലെ ജനങ്ങൾ പോലും അവിടെ നിന്നും ഇവരെ തുരത്താനായിട്ട് ഉദ്ദേശിക്കുന്നതായിരിക്കുന്ന ഒരു ഭരണകൂടം, ജനാധിപത്യ രീതിയിലുള്ള ഒരു ഭരണകൂടം വരണമെന്ന് അവിടുത്തെ ജനങ്ങൾ ആഗ്രഹിക്കുന്നു. ഈ മതഭരണത്തിനെതിരായിട്ട് അവർ പ്രതിഷേധിക്കുന്നു. പ്രതിഷേധത്തെ ജനാധിപത്യ മര്യാദകളിലൂടെ നേരിടുക എന്നുള്ളതല്ല ഇവർ ചെയ്യുന്നത്. ഇവർ തികച്ചും ഏകാധിപത്യ രീതിയിൽ അവരെ ഉന്മൂലനം ചെയ്യുന്ന നിലയിലാണ് പ്രതിഷേധക്കാരോട് പോലും സ്വന്തം ജനതയോട് പോലും ഇടപെടുന്നത്. അപ്പോൾ പിന്നെ മറ്റൊരു രാജ്യത്ത് കിടക്കുന്ന ജനതയുടെ കാര്യം പറയണോ എന്നുള്ള കാര്യം നമ്മൾ ചിന്തിച്ചാൽ മതി. അപ്പോൾ അത്രയ്ക്ക് മര്യാദയില്ലാത്ത ഭീകരമായിരിക്കുന്ന ഒരു ഭരണകൂടം ഭരിക്കുന്ന നാട് അതാണ് ഇറാൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഏത് നിലയിൽ ചെന്ന് അവസാനിക്കുമെന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണേണ്ടതായിട്ട് വരും.